ആരുടെയും സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങിയല്ല എമ്പുരാൻ റീഎഡിറ്റ് ചെയ്തതെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. റീഎഡിറ്റ് കൂട്ടായ തീരുമാനമാണെന്നും തെറ്റുകൾ തിരുത്തുക എന്നത് ചുമതലയാണെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. സിനിമയുടെ കഥ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ടതില്ല. റീഎഡിറ്റ് ചെയ്തതിൽ മുരളി ഗോപിക്ക് അതൃപ്തിയില്ലെന്നാണ് വിശ്വസിക്കുന്നതെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമാ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്കും ഒക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ്, ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് നടന്നിരിക്കുന്നത്. അത് 2 മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ്. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഈ വിവാദമുണ്ടായതിനു ശേഷം അണിയറ പ്രവർത്തകരിൽ ആരെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇതാദ്യമായാണ്. അദ്ദേഹം ചില കാര്യങ്ങളിൽ, വിവാദമായ ചില കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. തെറ്റ് തിരുത്തുകയാണ്, തെറ്റ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. സമ്മർദ്ദമില്ല എന്ന് പറയുന്നു. ഒപ്പം മുരളി ഗോപിയുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം എന്താണ് അഭിപ്രായമായി പറയുന്നത്? അനുജ, തുടക്കം മുതൽ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിനിന്നപ്പോൾ പോലും സിനിമയുടെ അണിയറ പ്രവർത്തകർ കൃത്യമായൊരു പ്രതികരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നില്ല. അതിനുശേഷം ഇപ്പോഴാണ് ഇതിന്റെ റീഡിറ്റും സെൻസറിങ്ങും ഒക്കെ പൂർത്തിയായ ശേഷമാണ് ആന്റണി പെരുമ്പാവൂർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. ഏറ്റവും പ്രധാനമായി തെറ്റ് തിരുത്തുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു സിനിമ എടുക്കുന്ന സമൂഹത്തിൽ ആരെയും വേദനിപ്പിക്കാനല്ല, അതൊരു ആശയം പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരെയും വേദനിപ്പിക്കാതെ അതിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. 2 മിനിറ്റും ചില സെക്കൻഡുകളും മാത്രമാണ് സിനിമയിലെ വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നത്. അത് നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ അതിൽ സ്ത്രീകളെ ആക്രമിക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഒപ്പം ദേശീയ ഏജൻസികളുടെ ലോഗോകൾ ഉപയോഗിക്കുന്ന ചില ഭാഗങ്ങൾ, ഒപ്പം വിവാദമായ ചില ഡയലോഗുകൾ, ഇതൊക്കെ മാത്രമാണ് വെട്ടിമാറ്റിയിട്ടുള്ളത്. ഇതിന്റെ ആകെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മിനിറ്റും ഏതാനും ചില സെക്കൻഡുകളും മാത്രമാണ്. അത് ഒരു കാരണവശാലും സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കുന്നതല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഈ വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ ഇതിന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജിനെതിരെ പല കോണുകളിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരികയും രാഷ്ട്രീയപരമായി പോലും പരാമർശങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതാണ്. അതിലൊക്കെ പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിന്റെയും ഒപ്പം മറ്റ് അണിയറ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ഉയരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പൃഥ്വിരാജിനെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ആന്റണി പെരുമ്പാവൂരിന്റെ നിലപാട്. അദ്ദേഹത്തിനൊപ്പം നിൽക്കും എന്നുള്ളതും പറയുന്നുണ്ട്. ഒപ്പം നിലവിൽ ഈ സംഭവങ്ങളിൽ മുരളി ഗോപി, ഇതിന്റെ റൈറ്റർ കൂടിയ മുരളി ഗോപി പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അദ്ദേഹവും ഞങ്ങൾക്കൊപ്പമാണ്, മുരളി ഗോപി തങ്ങളുടെ നിലപാടുകൾക്കൊപ്പമാണ് എന്നുകൂടി ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചില്ല എന്ന് കരുതി ആ നിലപാടിൽ നിന്നും വ്യതിചലിക്കുന്ന ആളാണ് മുരളി ഗോപി എന്ന് കരുതുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം ഈ സിനിമയുടെ കഥ അത് മോഹൻലാൽ കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അത് ഇതിന്റെ പൂർണ്ണമായ എഡിറ്റിംഗിന് ശേഷം